ഹായ്, വെൽക്കം ടു സൺഡേ ട്രിപ്പ്. നമ്മുടെ വീഡിയോ എന്നൊരു പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ ആമസോണിലാണ് വാങ്ങിച്ചത്. അപ്പോൾ വാങ്ങിച്ചപ്പോൾ ബോക്സിലെന്നല്ല വന്നത്, ഇതുപോലെ തന്നെ വന്നത്. ഓർമ്മ വരുന്നുള്ള ഈ ബോക്സ്, ഈ എല്ലാ ബോക്സിൽ ഇങ്ങനെ തന്നെയാണ് അത് കൊണ്ടുവന്നവർ. ഞാനത് വേറെ ഹാർഡ് ബോർഡ് ബോക്സാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ വന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള പാക്കിംഗ് ആണ്, നല്ല പെട്ടി, നല്ല കളർഫുള്ള് യെല്ലോ. അതിന് മുകളിൽ എൻ്റെ ബില്ലാന്ന് തോന്നുന്നു, ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. നമുക്ക് അൺബോക്സ് നോക്കുകയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓർമ്മീർന്നൊക്കെ എഴുതിയത് IBLൻ്റെ സബ് ബ്രാൻഡാണെന്ന് എനിക്ക് മനസ്സിലായത്. ഓർമ്മീർ ബൈ IBLന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ IBLൻ്റെ മുന്നേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വെൽഡിംഗ് മെഷീനല്ല, നമ്മളൊരു എയർ പമ്പിൻ്റെ, കാറിനൊക്കെ കാറ്റടിക്കുന്ന പമ്പിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റായിട്ട് തോന്നി. ഞാൻ ഒരു 5 വർഷത്തോളം ഉണ്ടാവും വിചാരിച്ച് യൂസ് ചെയ്യുന്നു. ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. എൻ്റെ പൈപ്പ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട്, മീൻസ് കാലപ്പഴക്കം റബ്ബറിന് ഉപയോഗിച്ചിട്ട് വേറെ പൈപ്പ് ഇട്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പമ്പ് നന്നായി വർക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു ബ്രാൻഡിനെ എത്ര വിശ്വസിച്ച് മേടിക്കാൻ കാരണം. നമുക്ക് അൺബോക്സിങ് നോക്കാൻ എന്താ ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു പെയ്ഡ് പെർമിഷനൊന്നും അല്ല കേട്ടോ. അത് ഞാൻ അത് വാങ്ങിച്ചിട്ട് നോക്കണോ. എനിക്ക് പെർമിഷനായിട്ട് ഞാൻ വെൽഡറൊന്നല്ല. അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി, അത് വാങ്ങിച്ചു. പിന്നെ കൂടെ എന്തൊക്കെയോ വയറ് ഗണ്ണൊക്കെ കിട്ടുന്നുണ്ട്. എന്താണെന്ന് ഇനി പഠിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. തൽക്കാലം നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെൽഡിംഗ് ഒക്കെ ചെയ്യാൻ നമ്മൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. നമുക്കതുപോലെ പറ്റില്ല എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളെന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ബോക്സിൻ്റെ ഉള്ളിലത്തെ പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം നമുക്കിത് അൺബോക്സ് ചെയ്ത് പുറത്തേക്ക് വയ്ക്കാം. ഇപ്പോൾ പാക്കിങ് നല്ല പാക്കിങ് കേട്ടോ. മീൻസ് അതിൻ്റെ ഉള്ളിൽ കംപ്ലൈൻ്റ് ഒന്നും വരാത്ത നല്ല രീതിയിലുള്ള പാക്കിങ്ങിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഒരു ഫിനിഷിങ് ഉണ്ട് കേട്ടോ. ബോഡി ഫിനിഷിങ്ങും ക്വാളിറ്റിയും നല്ല കാണുന്നുണ്ട്. ഞാൻ ഓണാക്കിയിട്ടില്ല. ഈ കാണുന്ന രീതിയിൽ നോക്കുമ്പോൾ ആ മെഷീൻ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. നല്ലൊരു മറ്റുള്ള ലോക്കൽ പോലെയല്ല, നല്ലൊരു ബ്രാൻഡ് പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ സബ് ബ്രാൻഡ് ആയാൽ കൂടിയിട്ട് ഒരു കോറ് കിട്ടിയിട്ടുണ്ട്. മറ്റേ വെൽഡ് ചെയ്യുന്ന ഒരു കോറ്, മറ്റേ ഫ്ലെക്സ്, മറ്റേ ലെഡ് പോലത്തെ ഒരു പിടുത്തം. ഇത് മറ്റേ വെൽഡ് ചെയ്യുമ്പോൾ പ്രകാശം വരാതിരിക്കാനുള്ള ഇതെന്ന് തോന്നുന്നു. ഒരു ബെൽറ്റ് ഉണ്ട്, ഒരു ചിറ്റിക്ക ഹാമർ, പിന്നെ ഒരു ബ്രഷ് ഉണ്ട്. ഇത് എൻ്റെ മറ്റേ എർത്തും പിന്നെ മറ്റേ ആർക്ക് വെൽഡിങ്ങിൻ്റെ കോറാണെന്ന് എനിക്ക് മനസ്സിലായത്, ഇത് രണ്ടും. പിന്നെ മറ്റേത് MAG വെൽഡിങ്, മാഗ് വെൽഡിങ്ങിൻ്റെ ഗണ്ണാണത്. പിന്നെ നോസിലും അതിൻ്റെ കൂടെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഗ്ലൗസ് ഇല്ല കേട്ടോ. നമുക്ക് മറ്റേ ചിലതിൻ്റെ കൂടെ ഗ്ലൗസ് കാണാനുണ്ട്, ഇതിനോട് ഗ്ലൗസ് ഒന്നുമില്ല. ഈ സൈഡിലാണ് നമുക്ക് എൻ്റെ കോറ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 2 നോബുണ്ട്. അത് തിരിച്ച് നമുക്ക് വോൾട്ടേജും ആംബിയറും അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായത്. 3 in 1 ആണ്. 3 ടൈപ്പ് വെൽഡിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പറയണം. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പിന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിലും നല്ല ബോഡി ക്വാളിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ല ഒരു പെയിൻറ്റിങ്, എന്തായാലും പെർഫെക്ഷനാണ്. ഇതിന് ബാക്ക് വശം തന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, പിന്നെ ഒരു ഫാനുണ്ട്, പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ 220 വോൾട്ടേജ് എന്ന വയറുണ്ട്. വേറെ പ്ലഗിൽ വർക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നത്. പിന്നെ നമുക്ക് ആ ബെൽറ്റ് നമുക്ക് തോളിലിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബെൽറ്റ് ഹോൾഡ് ചെയ്യുന്നൊരു ഇതുണ്ട്. പിന്നെ നമ്മൾ ഈ കോറ് ഫിക്സ് ചെയ്യുന്ന സ്ഥലം ഇതാണ്, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കോറ് ഫിക്സ് ചെയ്യുക. ആ കോയിൽ കാണിച്ചില്ല നേരത്തെ ആ ബോക്സിൽ, അത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് ഇത് കൂടെ പുറത്തേക്ക് വന്നിട്ട് വെൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നല്ല പിടുത്തുണ്ട് ഹാൻഡിൽ. പിന്നെ ഇതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബെൽറ്റ് ഇടേണ്ടത്. ഇതിലും പിന്നെ ഫ്രണ്ടിലൊരു പോർഷൻ അതുപോലെ തന്നെ അതിലും കൊളുത്തിയിട്ട് നമുക്ക് തോളിലിട്ട് നമുക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിടുത്തം നല്ല സ്ട്രോങ് തന്നെയാണ്, നമുക്ക് തോളിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ലോക്കാണ്. നമ്മളെന്തോ എഴുതിയിട്ടുണ്ട്, അതെനിക്കറിയില്ല, ഞാൻ പഠിക്കണം. നമുക്കിത് ഇതിൻ്റെ വെൽഡിങ്ങും ഡീറ്റെയിൽസൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്കൊരു അൺബോക്സിങ് മാത്രമാണ്. അപ്പോൾ നമുക്ക് വെൽഡ് ചെയ്യണം എങ്ങനെയാണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസുള്ള വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. അപ്പോൾ നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ബൈ.